പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. ഇന്ന് ജൂലൈ 24 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജഡീസ് കറണ്ട് അഫേഴ്സ്. മിക്കവാറും ഇന്നത്തെ പത്രങ്ങളിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് യൂണിയൻ ബഡ്ജറ്റിനെ കുറിച്ച്. വലിയൊരു ടോപ്പിക്കാണ്, നിരവധി പോയിന്റ്സ് ആണ് അതിലുള്ളത്. എന്നാൽ ചില പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രമേ നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫേഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. 16ാമത്തെ ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ കേരള ഇത് ആരംഭിക്കുകയാണ്. ഇതിൽ ആദ്യത്തെ പ്രദർശിപ്പിക്കാൻ പോകുന്ന ചിത്രം ഏതാണ്? ഏണസ്റ്റ് കോൾ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട്. ഏണസ്റ്റ് കോൾ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് എന്ന ചിത്രമാണ് ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള IDSFFKയിൽ പ്രദർശിപ്പിക്കാൻ പോകുന്നത്. ഇതിന്റെ രചന, സംവിധാനം, നിർമ്മാണം എല്ലാം റോൾ പെക്ക് ആണ്. ഏണസ്റ്റ് കോൾ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ഇതാണ് ഈ പ്രാവശ്യത്തെ ആദ്യത്തെ ചിത്രം. ഈ വരുന്ന ജൂലൈ 26 മുതൽ 31 വരെയാണ് ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള തിരുവനന്തപുരത്ത് ആരംഭിക്കുന്നത്. ഈ ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിക്കുന്നത് നരേഷ് ബേദിക്കും രാജേഷ് ബേദിക്കാണ്. ബേദി ബ്രദേഴ്സ് എന്നറിയപ്പെടുന്ന ഇവർ ഏതാണ്ട് 4 പതിറ്റാണ്ടോളം ഇവർ പൂർണ്ണമായിട്ടും ഇവരുടെ ഫോട്ടോഗ്രാഫ്സ്, ഡോക്യുമെന്ററി എന്നിവയെല്ലാം വന്യജീവികളുമായി ബന്ധപ്പെട്ട ടോപ്പിക്കിലായിരുന്നു. ആദ്യത്തെ ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള ഇത് നടന്നിട്ടുള്ളത് 2008 2008 23 മുതൽ 27 മെയ് വരെയായിരുന്നു ആദ്യത്തെ ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ. 2024-25 കേന്ദ്ര ബഡ്ജറ്റിൽ കേന്ദ്രമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ ഏത് പ്രായക്കാർക്കായി വാത്സല്യ എന്ന പേരിൽ ഒരു പുതിയ പെൻഷൻ പദ്ധതി നിർദ്ദേശിച്ചു? മൈനസ്. പ്രായപൂർത്തിയാകാത്തവർക്ക്, അതായത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പുതിയ പെൻഷൻ സ്കീം ആരംഭിക്കുകയാണ്. ഇതിന്റെ പേരാണ് വാത്സല്യ. പ്രായപൂർത്തിയാകാത്തവർക്ക് വേണ്ടിയുള്ള ഒരു പെൻഷൻ സ്കീം ആണ് നാഷണൽ പെൻഷൻ സ്കീം ഫോർ മൈനസ് എന്ന പേരിൽ വാത്സല്യ എന്ന പേരിലുള്ള ഒരു പുതിയ സ്കീം ആണ് ആരംഭിക്കാൻ പോകുന്നത്. ഈ കാര്യം അറിയിച്ചിട്ടുള്ളത് ഈ പ്രാവശ്യത്തെ 2024-25 ബഡ്ജറ്റിലാണ്. ഇത് പ്രധാനമായിട്ടും പറയുമ്പോൾ പാരന്റ്സിന് കുട്ടികളുടെ പഠനത്തിന് വേണ്ടിയും അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒന്നാണ്, അവരുടെ സാമ്പത്തിക സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒന്നാണ് NPS വാത്സല്യ. ഇത് നാഷണൽ പെൻഷൻ സ്കീമിന് സമാനമായിട്ടുള്ള ഒന്നാണ് NPS വാത്സല്യ. വിദേശകാര്യ മന്ത്രാലയത്തിനായുള്ള ഇടക്കാല ബഡ്ജറ്റ് 2024-25 വകയിരുത്തൽ ഏത് രാജ്യത്തിനാണ് വിഹിതത്തിന്റെ ഭൂരിഭാഗവും ലഭിച്ചത്? ഭൂട്ടാൻ. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫേഴ്സിന് വേണ്ടി ഇത്രയും ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്യാറുണ്ട്. ഇത്രയും തുകയാണ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫേഴ്സിന്. ഇതിൽ പല രാജ്യങ്ങൾക്ക് വേണ്ടി മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫേഴ്സ് അത് വീതിക്കാറുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ളത് ഭൂട്ടാനാണ്. ഭൂട്ടാന് 2068.56 കോടി രൂപയാണ് ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ നീക്കി വെച്ചിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ വർഷത്തെക്കാളും 332.02 കോടി രൂപ കുറവാണ് ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ. 2068.56 കോടി. തൊട്ടുപുറകെ ലഭിക്കുന്നത് നേപ്പാളിനാണ്. കഴിഞ്ഞ പ്രാവശ്യം 550 കോടി രൂപയായിരുന്നു, എന്നാൽ ഈ പ്രാവശ്യം 700 കോടിയാണ്. അതിനുശേഷം വരുന്ന മാൽഡീവ്സിന് 400 കോടി രൂപയും, മ്യാൻമാറിന് 250 കോടി രൂപയും, ശ്രീലങ്ക 245 കോടി, സീഷൽ എന്ന രാജ്യത്തിനാണെങ്കിൽ 30 കോടി രൂപയാണ്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫേഴ്സിന്റെ കീഴിൽ ആണ് ഈ ഒരു ബഡ്ജറ്റ് ഇവർക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. 2024 ജൂലൈ 23 അവതരിപ്പിച്ച ധനകമ്മി എത്രയാണ്? GDP 4.9%. GDPയുടെ 4.9% ധനകമ്മിയാണ് ഈ പ്രാവശ്യത്തെ 2024-25 ഈ ഒരു ബഡ്ജറ്റിൽ എടുത്തു കാണിച്ചിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ഇടക്കാല ബഡ്ജറ്റിൽ 5.1% എടുത്തു കാണിച്ച അതായത് ധനകമ്മി. എന്നാൽ ഈ പ്രാവശ്യത്തെ ഇന്നലെ നടന്നിട്ടുള്ള ബഡ്ജറ്റിൽ ഇത് 4.9% GDPയുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് ആണ് എടുത്തു കാണിച്ചിട്ടുള്ളത്, അതായത് ധനകമ്മിയാണ് എടുത്തു കാണിച്ചിട്ടുള്ളത്. ഈ പ്രാവശ്യത്തെ എക്സ്പെൻഡിച്ചർ ചിലവ് എന്ന് പറയുമ്പോൾ 48.21 ലക്ഷം കോടി രൂപയാണെങ്കിൽ വരവെന്ന് പറയുമ്പോൾ 32.07 ലക്ഷം കോടിയാണ്. ആ ഒരു വ്യത്യാസം അതിനെയാണ് നമുക്ക് എപ്പോഴും പറയുന്ന ധനത്തിന്റെ കമ്മി എന്ന് പറയുന്നത്. ഇതാണ് ഫിസിക്കൽ ബഡ്ജറ്റ്. ഇത് GDPയുടെ 4.9%. അടുത്തൊരു വർഷത്തോടു കൂടി ഇത് 4.5% കുറയ്ക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിനു മുമ്പ് ഇത് 5.1 ആയിരുന്നു. അതിനു മുമ്പ് 5.63, 6.4, 6.7 എന്നിവ എങ്ങനെയായിരുന്നു ഇതിന്റെ ഫിസിക്കൽ ഡെഫിസിറ്റ്. 2025 ഒളിമ്പിക്സ് എക്സ്പോർട്സ് ഗെയിംസിന് ആതിഥ്യം വഹിക്കുന്ന രാജ്യം ഏതാണ്? സൗദി അറേബ്യ. സൗദി അറേബ്യയാണ് 2025
ഇ സ്പോർട്സ് ഗെയിംസ് ആദ്യത്വം വഹിക്കാൻ പോകുന്ന രാജ്യം. 142ാമത്തെ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയിൽ എടുത്തൊരു തീരുമാനമാണ്. അതായത് ഒളിമ്പിക് ഇ സ്പോർട് ഗെയിംസ് നടക്കാൻ പോകുന്നത് അടുത്ത വർഷം സൗദി അറേബ്യയിലായിരിക്കുള്ളൂ. ഇന്ന് മിക്കവാറും എല്ലാ ഗെയിംസുകളും അത് വീഡിയോ ഗെയിംസ് ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു വെർച്വൽ സ്പോർട്സ് ആണ് നടക്കാൻ പോകുന്നത്. ഇതിന്റെ തുടക്കം എന്ന് പറയുമ്പോൾ 2007 ഏഷ്യൻ ഇൻഡോർ ഗെയിംസിൽ വെച്ചായിരുന്നു. പിന്നീട് പല മാറ്റങ്ങളും വന്നതിന് ശേഷം ഈ കഴിഞ്ഞ 2023 സിംഗപ്പൂരിൽ വെച്ച് ഈ ഒരു ഇനോഗ്രൽ എഡിഷൻ ഒളിമ്പിക് ഇ സ്പോർട് ഗെയിംസിന്റെ തുടക്കം കുറിച്ചു. ഇതെല്ലാം വെർച്വൽ ഗെയിംസ് ആണ്, കോമ്പറ്റേറ്റീവ് ഗെയിംസ് ആണ്, വീഡിയോ ഗെയിംസ് തരത്തിലുള്ള കോമ്പറ്റീഷൻസ് ആണ് നടക്കുന്നത്. 2023 ജൂണിലായിരുന്നു സിംഗപ്പൂരിൽ. ഇനി വരാൻ പോകുന്നത് സൗദി അറേബ്യയിലാണ്. കാർബൺ ഫൈബർ ഉപയോഗിച്ച് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ പാസഞ്ചർ ട്രെയിൻ നിർമ്മിച്ച രാജ്യം ചൈന. കാർബൺ പ്ലസ് ഫൈബർ ഇത് ഉപയോഗിച്ചിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ പാസഞ്ചർ ട്രെയിൻ ഇത് ചൈന പുറത്തിറക്കി. പ്രധാനമായിട്ടും പറയുമ്പോൾ ഇന്ധനക്ഷമത അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാറ്റമാണ് ഈ കാർബൺ ഫൈബർ കൊണ്ടുള്ള ലോകത്തിലെ ആദ്യത്തെ പാസഞ്ചർ ട്രെയിൻ. ഈ ഒരു ട്രെയിനിന് ഇട്ടിരിക്കുന്ന പേരാണ് സെട്രോവോ 1.0 അല്ലെങ്കിൽ കാർബൺ സ്റ്റാർ റാപ്പിഡ് ട്രാൻസിറ്റ് എന്ന പേരിൽ. ചൈനയിലെ ഷാൻഡോങ്ങിൽ ക്യൂൻഡാഗോ എന്ന സ്ഥലത്താണ് ഇതിന്റെ അനാച്ഛാദനം നടന്നിട്ടുള്ളത്. ആദ്യത്തെ സെട്രോവോ 1.0 എന്ന ഈ ഒരു ട്രെയിൻ ഓടിയിട്ടുള്ളത്. ബോഗിയുടെ ഫ്രെയിം അതുപോലെ തന്നെ ഇതിന്റെ ബോഡി എല്ലാം നിർമ്മിച്ചിട്ടുള്ളത് കാർബണും ഫൈബർ ഉപയോഗിച്ചാണ്. ഏതാണ്ട് 140 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ട്രെയിൻ ആണ് സെട്രോവോ ട്രെയിൻസ്. 2024-25 ഇടക്കാല ബഡ്ജറ്റിൽ മന്ത്രാലയങ്ങളിൽ ഏറ്റവും കൂടുതൽ വകയിരുത്തിയ മന്ത്രാലയം ഏത്? മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. ഒരു ബഡ്ജറ്റിൽ ഇത്രയും തുകയാണ് സ്റ്റേറ്റിനും അതുപോലെ തന്നെ ഓരോ മന്ത്രാലയത്തിനും മിനിസ്ട്രീസിനും. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തുക ലഭിച്ചിട്ടുള്ള മന്ത്രാലയം എന്ന് പറയുമ്പോൾ അത് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആണ്. മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് 6.22 ലക്ഷം കോടി രൂപയുടെ തുകയാണ് വകയിരുത്തിയിട്ടുള്ളത്. 2024 യൂണിയൻ ബഡ്ജറ്റിൽ ഏത് കായിക മത്സരത്തിനാണ് പ്രധാന വിഹിതം അനുവദിച്ചിരിക്കുന്നത്? ഖേലോ ഇന്ത്യ. ഖേലോ ഇന്ത്യക്കാണ് 2024 ഏറ്റവും കൂടുതൽ തുക മാറ്റിവെച്ചിട്ടുള്ളത്. അതായത് ഇന്ത്യയിൽ തന്നെ ഈയടുത്ത് ആരംഭിച്ചിട്ടുള്ള ഒന്നാണ് ഖേലോ ഇന്ത്യ. 3442.32 കോടി രൂപയാണ് സ്പോർട്സിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. അതിൽ 900 കോടി രൂപയാണ് ഖേലോ ഇന്ത്യക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. അതായത് സ്പോർട്സ് മിനിസ്ട്രിയിലെ ഏറ്റവും കൂടുതൽ തുക മാറ്റിവെച്ചിട്ടുള്ള ഈവന്റ്സ് എന്ന് പറയുമ്പോൾ അത് ഖേലോ ഇന്ത്യക്ക് വേണ്ടി തന്നെയാണ്. പാരീസ് 2024 ഒളിമ്പിക്സിന് ശേഷം വിരമിക്കുന്ന ഇന്ത്യൻ ഹോക്കി ഗോൾ കീപ്പറുടെ പേരെന്താണ്? PR ശ്രീജേഷ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിൽ വന്നിട്ടുള്ള വാർത്തയാണ്. അതായത് PR ശ്രീജേഷ് പാരീസ് ഒളിമ്പിക്സിന് ശേഷം വിരമിക്കാൻ പോകുന്ന കാര്യം. കഴിഞ്ഞ ഒളിമ്പിക്സിലും തിളങ്ങി നിന്നിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് PR ശ്രീജേഷ്. ഇന്നലെ ജൂലൈ 23 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, ഗ്രാമീണ മേഖലയിലെ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും പരിഹരിക്കുന്നതിനായി 2005 ഇന്ത്യൻ സർക്കാർ ഏത് പരിപാടി അവതരിപ്പിച്ചു? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം MGNREGS എന്ന പേരിൽ ആരംഭിച്ചിട്ടുള്ള 100 ദിവസത്തെ തൊഴിൽ ഉറപ്പ്, ആ ഒരു പ്രോഗ്രാം ആണ് ഇന്ന് നമുക്കറിയാം തൊഴിലുറപ്പ് എന്ന പദ്ധതി ഇത് ആരംഭിച്ചിട്ടുള്ളത് 2005 ജേഡ്സ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡ്സ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. 16ാമത്തെ ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 ഉദ്ഘാടന ചിത്രം ഏതാണ്? ഏണസ്റ്റ് കോൾ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട്. 2024-25 കേന്ദ്ര ബഡ്ജറ്റിൽ കേന്ദ്രമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ ഏത് പ്രായക്കാർക്കായി വാത്സല്യ എന്ന പേരിൽ ഒരു പുതിയ പെൻഷൻ പദ്ധതി നിർദ്ദേശിച്ചു? പ്രായപൂർത്തിയാകാത്തവർ, മൈനേഴ്സിന് വേണ്ടി. വിദേശകാര്യ മന്ത്രാലയത്തിനായുള്ള ഇടക്കാല ബഡ്ജറ്റ് 2024-25 വകയിരുത്തലിന് കീഴിൽ ഏത് രാജ്യത്തിനാണ് വിഹിതത്തിന്റെ ഭൂരിഭാഗം ലഭിച്ചത്? ഭൂട്ടാൻ. 2024-25 ഇടക്കാല ബഡ്ജറ്റ് അനുസരിച്ച് 2024 ജൂലൈ 23 അവതരിപ്പിച്ച ധനകമ്മി എത്രയാണ്? GDP-യുടെ 4.9%. 2025 ഒളിമ്പിക്സ് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥ്യം വഹിക്കുന്ന രാജ്യം ഏതാണ്? സൗദി അറേബ്യ. കാർബൺ ഫൈബർ ഉപയോഗിച്ച് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ പാസഞ്ചർ ട്രെയിൻ നിർമ്മിച്ച രാജ്യം ചൈന. 2024-25 ഇടക്കാല ബഡ്ജറ്റിൽ മന്ത്രാലയങ്ങളിൽ ഏറ്റവും കൂടുതൽ വകയിരുത്തിയ മന്ത്രാലയം ഏത്? പ്രതിരോധ മന്ത്രാലയം, മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. 2024 യൂണിയൻ ബഡ്ജറ്റിൽ ഏത് കായിക മത്സരത്തിനാണ് പ്രധാന വിഹിതം അനുവദിച്ചിരിക്കുന്നത്? ഖേലോ ഇന്ത്യ.
പാരീസ് 2024 ഒളിമ്പിക്സിന് ശേഷം വിരമിക്കുന്ന ഇന്ത്യൻ ഹോക്കി ഗോൾ കീപ്പറുടെ പേരെന്താണ്? PR ശ്രീജേഷ്. ഇന്ന് ജൂലൈ 24. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്. ഇൻ വിച്ച് ഇയർ ഡിഡ് അഭിനവ് ബിന്ദ്ര വിൻ ഇന്ത്യസ് ഫസ്റ്റ് ഒളിമ്പിക് ഗോൾ ഇൻ മെൻസ് 10 മീറ്റർ എയർ റൈഫിൾ? പുരുഷന്മാരുടെ 100 മീറ്റർ എയർ റൈഫിളിൽ അഭിനവ് ബിന്ദ്ര ഇന്ത്യയുടെ ആദ്യ ഒളിമ്പിക് സ്വർണം നേടിയ വർഷം? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ലേഡീസ് കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ലേഡീസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.